In this video, I am discussing the topic of concept relating to research design. എങ്ങനെയാണ് റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുക എന്നതിനുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, വേരിയബിൾ. എ വേരിയബിൾ ഈസ് എനി കോൺസെപ്റ്റ് ദാറ്റ് ക്യാൻ ടേക്ക് എനി ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ എടുക്കാൻ കഴിയുന്ന കോൺസെപ്റ്റിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഏതൊരു ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂസും എടുക്കാൻ പറ്റുന്ന കോൺസെപ്റ്റിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ദ വേരിയബിൾസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിസ്ക്രീറ്റ് വേരിയബിൾ, ദെൻ കണ്ടിന്യൂസ് വേരിയബിൾ. ഫസ്റ്റ് വൺ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ? മറ്റൊരു വേരിയബിളിനെ അല്ലെങ്കിൽ മറ്റൊരു വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന വേരിയബിളിനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അനദർ വേരിയബിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന വേരിയബിളിനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു വേരിയബിള് മറ്റൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആശ്രയിക്കുന്നതിനെയാണ് ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഒരു വേരിയബിള് മറ്റൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആശ്രയിക്കുന്നതിനെയാണ് ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ദെൻ ഡിസ്ക്രീറ്റ് വേരിയബിൾ. എന്താ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ? ഇൻറ്റീജർ വാല്യൂവിനെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന വേരിയബിൾസ് ആണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ. ഇൻറ്റീജർ വാല്യൂ മീൻസ് പൂർണ്ണമായ സംഖ്യ. പൂർണ്ണസംഖ്യയെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന വേരിയബിൾസിനെയാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കണ്ടിന്യൂസ് വേരിയബിൾ. എന്താണ് കണ്ടിന്യൂസ് വേരിയബിൾ? ഏതെങ്കിലും ഒരു പ്രതിഭാസത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേരിയബിളിനെയോ എന്താണ് ഡെസിമൽ പോയിൻറ്റിൻ്റെ വാല്യൂ അസ്യൂം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രതിഭാസത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേരിയബിളിനെയോ ഡെസിമൽ പോയിൻറ്റിൻ്റെ വാല്യൂ അസ്യൂം ചെയ്യാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അസ്യൂം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ ആണ് എക്സ്ട്രാനിയസ് വേരിയബിൾ. എന്താണ് എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന് പറയുകയാണെങ്കിൽ? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് that are not related to the purpose of the study but may affect the dependent variables are termed as extraneous variable. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നും പറയാം, എക്സ്ട്രാനിയസ് വേരിയബിൾ. ബട്ട് എന്താണ്, നമ്മൾ ഏത് സ്റ്റഡിയാണോ ചെയ്യുന്നത് ആ സ്റ്റഡീൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ആ സ്റ്റഡിയുടെ ഉദ്ദേശം എന്താണ്? എക്സ്ട്രാനിയസ് വേരിയബിളിന് ആവശ്യമില്ല. ഏത് സ്റ്റഡി ആണോ നമ്മൾ ചെയ്യുന്നത് ആ സ്റ്റഡീൻ്റെ പർപ്പസ് എന്താണ്? ഏത് എക്സ്ട്രാനിയസ് വേരിയബിളിന് ആവശ്യമില്ല. പക്ഷേ എന്താണ്, ആ ഒരു എഫക്റ്റ്, എക്സ്ട്രാനിയസ് വേരിയബിളിൻ്റെ എഫക്റ്റ് എന്താണ് അവിടെ ഉണ്ടാവുമെന്ന് പറയുന്നത്? എന്ന് വെച്ചാൽ ഒരു സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ആ സ്റ്റഡിക്ക് എന്താണ് ഒരു എക്സ്ട്രാനിയസ് വേരിയബിൾസിൻ്റെ ഉദ്ദേശം വേണ്ട അല്ലെങ്കിൽ പർപ്പസ് വേണ്ട എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് അതിൻ്റെ എഫക്റ്റ് അവിടെ ഉണ്ടാവണം. ദെൻ നെക്സ്റ്റ് വൺ, കൺട്രോൾ. The technical term control is used when we design the study in a manner which minimizes the effect of extraneous variable. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാനിയസ് വേരിയബിളിൻ്റെ ഇൻഫ്ലുവൻസസ് കുറയ്ക്കുന്നതിനെയാണ് കൺട്രോൾ എന്ന് പറയുന്നത്. ഈ എക്സ്ട്രാനിയസ് വേരിയബിൾ ഉണ്ടാക്കുന്ന എഫക്റ്റ് അല്ലെങ്കിൽ കോൺസിക്വൻസസ്, ആ എഫക്റ്റ് കുറച്ചുകൊണ്ടാണ് നമ്മളൊരു സ്റ്റഡി ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ എഫക്റ്റ് കുറച്ചിട്ടാണ് നമ്മളൊരു സ്റ്റഡി ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ദെൻ വി കോൾഡ് എ കൺട്രോൾ റിസർച്ച് ഡിസൈൻ. നെക്സ്റ്റ് വൺ, കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ്. When the dependent variable is not free from the influence of extraneous variable, the relationship between the dependent and independent variable is said to be confounded by an extraneous variable. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു വേരിയബിള് എക്സ്ട്രാനിയസ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു വേരിയബിൾ എക്സ്ട്രാനിയസ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിൽ ഒരു കൺഫൗണ്ടഡ് റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിളിനെ എക്സ്ട്രാനിയസ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താ നമുക്ക് അതിൽ പറയാൻ പറ്റുക? ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിൽ ഒരു കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ് അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ, റിസർച്ച് ഹൈപ്പോത്തിസിസ്. വെൻ എ പ്രഡിക്ഷൻ ഈസ് ടു ബി ടെസ്റ്റഡ് ബൈ സയൻറ്റിഫിക് മെത്തേഡ് ഇറ്റ് ഈസ് ടേംഡ് ആസ് റിസർച്ച് ഹൈപ്പോത്തിസിസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്താ എന്നുള്ളത്. അതിൻ്റെ ടൈപ്സ്, നൾ ഹൈപ്പോത്തിസിസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. എന്താണ് റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്ന് പറയാം? ജസ്റ്റ് ഒരു പറഞ്ഞുതരാം. ലോജിക്കൽ അസംഷൻസ്, എന്താണോ ലോജിക്കൽ അസംഷൻസ് അത് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു റിസർച്ചിലെ ലോജിക്കൽ അസംഷൻസ് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ബൈ യൂസിങ് ദ സയൻറ്റിഫിക് മെത്തേഡ്സ്. ദെൻ നെക്സ്റ്റ് വൺ, എക്സ്പെരിമെൻ്റൽ ആൻഡ് നോൺ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് റിസർച്ച്. ഫസ്റ്റ് വൺ, what do you mean by hypothesis testing research? When the purpose of research is to test a research hypothesis is termed as hypothesis testing research. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസർച്ചിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ടെസ്റ്റ് ദ ഹൈപ്പോത്തിസിസ് ആണ്. ഒരു റിസർച്ചിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ദ ഹൈപ്പോത്തിസിസ് ആണ്. എന്താണ് ഹൈപ്പോസ്? ആ റിസർച്ചിൻ്റെ ഹൈപ്പോസ് എന്താണ് അത് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, റിസർച്ച് ഇൻ വിച്ച് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് മാനിപ്പുലേറ്റഡ് ഈസ് ടേംഡ് ആസ് എ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് റിസർച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസർച്ചിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയാൽ ഒരു റിസർച്ചിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയാൽ അതിനെ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് റിസർച്ച് എന്നും, അതുപോലെ തന്നെ എന്താണ് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നോൺ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു റിസർച്ചിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനെ നോൺ എക്സ്പെരിമെൻ്റൽ നോൺ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് റിസർച്ച് എന്നും പറയാം. നെക്സ്റ്റ് വൺ, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്. എന്താണ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്? ദ ഗ്രൂപ്പ് വിച്ച് ഈസ് എക്സ്പോസ്ഡ് ടു സം നോവൽ ഓർ സ്പെഷ്യൽ കണ്ടീഷൻ ഈസ് ടേംഡ് ആസ് എൻ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ കണ്ടീഷനോട് കൂടിയാണ് ആ ഗ്രൂപ്പിനെ എക്സ്പോസ് ചെയ്യുന്നതെങ്കിൽ അതിനെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറയാം. സ്പെഷ്യൽ കണ്ടീഷനോട് കൂടിയാണ് ആ ഗ്രൂപ്പിനെ എക്സ്പോസ് ചെയ്യുന്നതെങ്കിൽ അതിനെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറയാം. നെക്സ്റ്റ്, control group. In an experimental hypothesis testing research, when a group is exposed to usual condition, it is termed as a control group. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു റിസർച്ചിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയാൽ അതാണ് എൻ്റെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. പക്ഷേ എന്താണ് ആ ഒരു എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ് അതൊരു ഗ്രൂപ്പ് എങ്ങനെയാണോ സിറ്റുവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണോ എഫക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കും അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഒരു ഗ്രൂപ്പിനെ എങ്ങനെയാണോ അത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എങ്ങനെയാണോ അതിൻ്റെ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് അതിനെ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നു. ഒരു എക്സ്പെരിമെൻ്റൽ ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് റിസർച്ചിനെ എങ്ങനെയാണോ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് അതിനെ എന്താണ് നമ്മൾ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ, എക്സ്പെരിമെൻറ്റ്. ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് ദ ട്രൂത്ത് ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് റിലേറ്റിംഗ് ടു സം റിസർച്ച് പ്രോബ്ലം ഇസ് നോൺ ആസ് എൻ എക്സ്പെരിമെൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈപ്പോത്തിസിൻ്റെ ട്രൂത്ത് എക്സാമിൻ ചെയ്യുന്ന ഒരു എൻ്റയർ പ്രോസസ്സിനെയാണ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഒരു ഹൈപ്പോത്തിസിൻ്റെ ട്രൂത്ത് എക്സാമിൻ ചെയ്യുന്ന ഒരു എൻ്റയർ പ്രോസസ്സിനെയാണ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ട്രൂത്ത് മീൻസ് എന്താ സത്യം എന്ന് വെച്ചാൽ അതിൻ്റെ തെളിവ് എന്നൊക്കെ പറയാം നമുക്ക്. റിയലായിട്ട് എന്ന് വെച്ചാൽ ഹൈപ്പോത്തിസിനെ റിയലായിട്ട് എക്സാമിൻ ചെയ്യുന്ന ഒരു എൻ്റയർ പ്രോസസ്സാണ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഏത് റിസർച്ച് അല്ലെങ്കിൽ നമ്മൾ ഏത് റിസർച്ച് പ്രോബ്ലമാണോ എടുക്കുന്നത് അതുമായി റിലേറ്റ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിൻ്റെ ട്രൂത്ത് അത് എക്സാമിൻ ചെയ്യുന്ന ഒരു എൻ്റയർ പ്രോസസ്സിനെയാണ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ,
ട്രീറ്റ്മെൻറ്റ് ആർ ദ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് അണ്ടർ വിച്ച് ദ ഗ്രൂപ്പ് ആർ പുട്ട്. ഈ ഗ്രൂപ്പ്സുകളുടെ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ ഡിഫറെൻറ്റ് കണ്ടീഷൻസിനെയാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പുകളുടെ ഡിഫറെൻറ്റ് കണ്ടീഷൻസിനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്. ദീസ് ആർ ദ പ്രീ ഡിറ്റർമൈൻഡ് പ്ലോട്ട്സ് വേർ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ആർ അപ്ലൈഡ്. എന്താണ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് പറയുകയാണെങ്കിൽ, മുൻകൂട്ടി നിശ്ചയിച്ച പ്ലോട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുക. നമ്മൾ മുന്നേ നിശ്ചയിച്ച് വെച്ച പ്ലോട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ അവിടെ ആ ഒരു ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്യുക എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ കോൺസെപ്റ്റാണോ റിസർച്ച് ഡിസൈനിൽ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ദെൻ എനി ഡൗട്ട്സ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അതുപോലെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.